സഹപാഠിയുടെ, സഹപ്രവർത്തകരുടെ, സഹജീവികളുടെ സ്വപ്നങ്ങൾ തകർക്കാൻ നമ്മിലെ ദുശ്ചിന്തകൾ നിമിത്തമായേക്കാം. അരുത് എന്ന് മനസ്സ് പറയുന്നതിനോട് യെസ് പറയാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ മുറിവുണ്ടാക്കരുത്, നഷ്ടങ്ങൾ ഉണ്ടാക്കരുത്. ജീവിതം പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. ഏവരുടെയും ഹൃദയത്തിൽ പ്രകാശം പരക്കട്ടെ. നിരുന്നു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. കുട്ടിയെപ്പോലെ ചിന്തിക്കാം. പാവങ്ങളുടെ കുടിലുകൾ കാണാൻ മകനെയും കൊണ്ടുപോയ സമ്പന്നനായ ഒരു അച്ഛൻ്റെ കഥയുണ്ട്. ദാരിദ്ര്യവും പരിമിതികളും അനുഭവിക്കുന്നവരെ കാണിച്ചു കൊടുക്കാനായിരുന്നു ആ യാത്ര. കുട്ടി അത്ഭുതത്തോടെ എല്ലാം കണ്ടു. തിരികെ കാറിലെത്തിയപ്പോൾ അവരെ കണ്ടിട്ട് എന്തു തോന്നുന്നു നിനക്ക് എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് മകൻ നൽകിയ ഉത്തരം ആ പിതാവിൻ്റെ കാഴ്ചപ്പാടിനാകെ മാറ്റിക്കളഞ്ഞു. അച്ഛാ, അവർക്കൊക്കെ എന്ത് സുഖമാണല്ലേ, അവരുടെയൊക്കെ മുഖത്ത് എന്തൊരു സന്തോഷം. കുട്ടികൾ ചിരിച്ചോടിക്കളിക്കുന്നു. നമ്മുടെ വീട്ടിലേക്കാൾ ചിരിയും രസങ്ങളുമുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിത വീക്ഷണത്തിലും ഇളക്കം വരുത്തേണ്ട വാക്കുകളാണിത്. സമൃദ്ധിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ എക്കാലത്തെയും ചിന്ത അവനെ കൂടുതൽ ആദികളിലേക്കും അപകടങ്ങളിലേക്കും മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ലഭിച്ചതിൻ്റെ മൂല്യമറിഞ്ഞും അതിനെ ആഹ്ലാദത്തോടെ ആസ്വദിച്ചുമുള്ള ജീവിതത്തിലാണ് സത്യത്തിൽ സമൃദ്ധിയുള്ളത്. കയ്യിലുള്ളതിൻ്റെ കരുത്തറിയാതെയുള്ള ജീവിതം അവസാനിക്കാത്ത ആർത്തിയിലും മതിവരാത്ത നെട്ടോട്ടങ്ങളിലും ഒടുങ്ങും. പുഞ്ചിരിയില്ലാത്ത മുഖവും സംതൃപ്തിയില്ലാത്ത അകവും കൊണ്ട് പൊറുതിമുട്ടും. ഉള്ളതിൻ്റെ ആനന്ദമറിയാതെ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഭംഗിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ ജീവിതത്തിൽ ചിലതൊക്കെ ലഭിക്കുകയും ചിലത് ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഉള്ളതിൻ്റെ ആനന്ദമറിയുക, സങ്കടപ്പെട്ട് ജീവിതത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതിരിക്കുക. കുട്ടിയെപ്പോലെ ചിന്തിക്കാം. പ്രകാശം പരക്കട്ടെ. സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ്. താങ്ക് യു സോ മച്ച്.